മാനർമ ചാൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വർഷത്തെ സൈമ അവാർഡ് 2025 കമൽഹാസനെ ആണെങ്കിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ആണെങ്കിൽ സ്റ്റേജിൽ കയറി പ്രസംഗിച്ച കൂട്ടത്തിലാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ രജനീകാന്തും കമൽഹാസനും ഒരുമിച്ചുള്ള ഒരു സിനിമ ഉറപ്പായിട്ട് സംഭവിക്കും എന്നുള്ള രീതിക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ആണെങ്കിൽ 2 ആഴ്ച മുമ്പാണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കമൽഹാസനും രജനീകാന്തും ഒരുമിച്ചുള്ള സിനിമ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞത് ഏകദേശം കമൽഹാസൻ തന്നെ അദ്ദേഹം തന്നെ ആണെങ്കിൽ ഒരു വേദി കയറിയ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു സിനിമ മിക്കവാറും സംവിധാനം ചെയ്യാൻ സാധ്യതയുള്ളത് ലോകേഷ് കനകരാജനായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട്, അതിനുള്ളൊരു ഐഡിയ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ഇൻ്റർവ്യൂവിനകത്തൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ സിനിമ ഇനിയും LCUവിലെ ഒരു ചിത്രമായിരിക്കുമോ അല്ലെങ്കിൽ അതൊരു പുറത്തു നിന്നുള്ള ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരു ഫിലിം ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൊരു സംശയം. പിന്നെ കൈതി 2ൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കൈതി 2 റിലീസായതിനു ശേഷമാണോ ഈ സിനിമ റിലീസാകുന്നത്, അതോ ഈ സിനിമ കഴിഞ്ഞിട്ട് ഇനി കൈതി 2 ഉള്ളൂ എന്ന് നമുക്ക് അറിയത്തില്ല. ആ ഒരു കാര്യത്തിൽ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ഈ ഒരു സംഭവം സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു ഡൗട്ടും ഇല്ല. എന്തായാലും ഇത് തമിഴ് സിനിമയുടെ ഇപ്പോഴത്തെ നിലവിലെ റെക്കോർഡെല്ലാം തൂക്കി മറിച്ചുകൊണ്ടുള്ളൊരു കളക്ഷനൊക്കെ ആയിരിക്കും ഈ സിനിമയുടെ വരാൻ പോകുന്നത്. കാരണം ഈ ഒരു സിനിമ ഇപ്പം പോസിറ്റീവ് ഇല്ല, ഒരു ആവറേജ് റിപ്പോർട്ട് വന്നാൽ പോലും ഉറപ്പാണ് നല്ലൊരു കളക്ഷൻ തന്നെ ഒരു സിനിമ സമ്മാനിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഡൗട്ടും ഇല്ല. പിന്നെ കമൽഹാസൻ, രജനീകാന്ത് തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ 2 ലെജൻസിനെ ഒരുമിച്ച് ഒരു ചിത്രം ചെയ്യാന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. അപ്പോൾ ഈ ഒരു സിനിമ നല്ല രീതിക്ക് തന്നെ അണിയറയിൽ ഒരുങ്ങും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വിശ്വസിച്ചിരിക്കാം. പിന്നെ ലോകേഷ് ആണെങ്കിൽ കൂലി നമ്മളെല്ലാവരും വിചാരിച്ചത്രയും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഉറപ്പായിട്ടും ലോകേഷ് കനകരാജിൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവനായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് എത്രത്തോളം കാത്തിരിക്കുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കൈതി 2 കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ചിത്രം, അതോ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷമാണോ കൈതി 2? നിങ്ങൾക്ക് അതിൽ ഏത് രീതിക്കാണ് വരാൻ ആഗ്രഹമുള്ളതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.